റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിവാദ പ്രസംഗത്തിന് പിന്നാലെ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജി സുധാകരന്റെ വിമർശനം. സുധാകരൻ പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് വിമർശനം. തപാൽ വോട്ട് തിരുത്തിയെന്ന പ്രസംഗം പാർട്ടിയെ മോശമാക്കാൻ നടത്തിയത്. പ്രസംഗങ്ങളിലൂടെ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു. സുധാകരനെതിരെ പാർട്ടി പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കണമെന്നുമാണ് ആവശ്യം. വിഷയം സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തീരുമാനമായി. എസ് ശരത്തുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരത്ത്, ഈ തപാൽ വോട്ട് വിഷയത്തിലെ പ്രസംഗത്തിൽ വിവാദമായതോടെ 2 തവണയൊക്കെ വിശദീകരണവുമായി ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ വിമർശനം, ഈ ഒരു വിഷയത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ സുധാകരൻ വിമർശനം ഉയർന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് വിമർശനം ഉന്നയിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രുതി, ഗുഡ് മോർണിംഗ് വെങ്കി. അതായത് നിലവിൽ നമുക്കറിയാം തപാൽ വോട്ട് തിരുത്തിയെന്ന ജി സുധാകരന്റെ പ്രസംഗം വലിയ വിവാദമായതാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ സിപിഐഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് ജി സുധാകരനെതിരെ പ്രധാനമായും വന്നിട്ടുള്ളത്. സുധാകരനെതിരെ പാർട്ടി പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. സുധാകരൻ പലപ്പോഴും പ്രസംഗങ്ങളിലൂടെയും മറ്റും പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്നു. പ്രസംഗങ്ങളിലൂടെ പലപ്പോഴും പാർട്ടിയെ മോശമാക്കാനാണ് സുധാകരൻ ശ്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമായിരുന്നു ഈ തപാൽ വോട്ട് തിരുത്തിയത് എന്നുള്ളതായിരുന്നു അംഗങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. തപാൽ വോട്ട് തിരുത്തിയെന്ന പ്രസംഗം അത് പാർട്ടിയെ മോശമാക്കാനാണ്. മാത്രമല്ല, നേരത്തെ പാർട്ടി എടുത്ത പല നടപടികളിലും അത്തരം അതുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലൊക്കെ തന്നെ അത് പാർട്ടിയെ മോശമാക്കാനാണ്. പ്രത്യേകിച്ച് TJ ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നൊരു കാര്യം നേരത്തെ സുധാകരൻ പറഞ്ഞിരുന്നു. അത് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയായിരുന്നു ആഞ്ചലോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സുധാകരൻ ഇക്കാര്യം അറിഞ്ഞില്ല എന്നൊക്കെയായിരുന്നു അന്ന് കഴിഞ്ഞ ദിവസം മുൻപൊരിക്കൽ പ്രസംഗത്തിൽ സുധാകരൻ പറഞ്ഞത്. അതുൾപ്പെടെ പച്ചക്കള്ളമാണ് എന്നുള്ളതാണ് പാർട്ടി അംഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് സുധാകരന്റെ പ്രസംഗം. മാത്രമല്ല, സർക്കാരിനെയും സുധാകരൻ പ്രസംഗങ്ങളിലൂടെ ഇകഴ്ത്തി കാണിക്കുന്നു. പ്രത്യേകിച്ച് സർക്കാരിന്റെ ആരോഗ്യ മേഖല, അതേപോലെ തന്നെ പൊതുമരാമത്ത് അടക്കമുള്ള വകുപ്പുകളെ സുധാകരൻ പലപ്പോഴും ഈ പ്രസംഗങ്ങളിലൂടെ വിമർശിക്കുന്നു. അങ്ങനെ സുധാകരൻ ഇത്തരത്തിൽ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ പാർട്ടി ഒരു പരസ്യ നിലപാട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അംഗങ്ങൾ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് ഇപ്പോൾ കത്ത് നൽകാൻ സിപിഐഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു. സുധാകരനെതിരെ പരസ്യ നിലപാട് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഈ കത്തിൽ എന്തായാലും പ്രധാന ആവശ്യമായി മുന്നോട്ട് വെക്കുക. ശരത്തി, പരസ്യമായ നിലപാട് പ്രഖ്യാപിക്കണമെന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സുധാകരനെ ഏറെക്കുറെ ഒഴിവാക്കണം എന്ന് തന്നെയുള്ള ഒരു അർത്ഥം തന്നെയല്ലേ? അത് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കൂടി പറയുമ്പോൾ അതിനൊരു തീവ്രത കൂടില്ലേ ശരത്ത്? വെങ്കി, അതായത് പ്രധാനമായും പരസ്യ നിലപാട് പ്രഖ്യാപിക്കണമെന്ന് പറയുമ്പോൾ സുധാകരൻ പറഞ്ഞ പ്രസ്താവനയെ തള്ളിപ്പറയാൻ പാർട്ടി പരസ്യമായി തന്നെ തള്ളിപ്പറയണം. നേരത്തെ MV ഗോവിന്ദനടക്കം ഇക്കാര്യം സംബന്ധിച്ച് പ്രതികരണം നടത്തിയിരുന്നെങ്കിലും അതിലൊരു മയപ്പെട്ട പ്രതികരണം, അതായത് സുധാകരൻ പ്രസംഗിച്ചതിൽ രണ്ടാമത് നടത്തിയ പ്രസംഗത്തിനൊപ്പമാണ്, അല്ലെങ്കിൽ തിരുത്തി പറഞ്ഞതിനൊപ്പമാണ് പാർട്ടി എന്നുള്ളതായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ആ രീതിയിൽ ഈ പ്രസ്താവന ഇത്തരത്തിൽ പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കി ഇത്തരമൊരു പ്രസ്താവന നടത്തിയപ്പോഴും സുധാകരനെ പരസ്യമായി തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള പത്രക്കുറിപ്പ് ഇറക്കി ഇക്കാര്യം തെറ്റാണെന്ന് പറയാനൊന്നും തന്നെ പാർട്ടി തയ്യാറായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇക്കാര്യം മുന്നോട്ട് വെക്കുന്നത്. അതായത് പാർട്ടി പരസ്യമായി തന്നെ സുധാകരൻ പറഞ്ഞ പ്രസ്താവന തെറ്റാണ്, സുധാകരൻ ഇത്തരം വെളിപ്പെടുത്തലുകൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന കാര്യം തുറന്നു പറയണമെന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഉടൻ തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് കത്ത് നൽകും. ഓക്കെ, എന്തായാലും വിവാദ പ്രസംഗത്തിന് പിന്നാലെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജി സുധാകരന് വിമർശനം ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ തപാൽ വോട്ട് തിരുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. SS ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.